എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരാളും ഡിവോഴ്സ് ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്. എൻ്റെതൊരു പ്രണയ വിവാഹം ഉണ്ടായിരുന്നില്ല, ഡിവോഴ്സ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് ഞാൻ ഡിവോഴ്സ് എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ ആർക്കും ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല, പ്രത്യേകിച്ച് എൻ്റെ അച്ഛന്. പണ്ട് ഷിബു ചക്രവർത്തി എഴുതിയ പോലെ സൈന്യത്തിലെ പാട്ട് പറയുന്ന പോലെ പറന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഈ പറന്ന് നടക്കുന്ന എങ്ങനെയാണ്, എന്തിനാണ് എന്നുള്ള ആ സന്തോഷത്തിലേക്കല്ല ആളുകൾ വരിക. ഇത് വേറൊരു ജീവിതം, നമ്മൾ ഉദ്ദേശിക്കാത്ത വേറൊരു മോശമായ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആഹ്വാനം എന്നുള്ള നിലക്കാണ്. ആണായാൽ രണ്ടെണ്ണം പൊട്ടിക്കണം, പെണ്ണും അല്ലെങ്കിൽ പൊട്ടിക്കാത്തവന്മാർ കഴിവുകെട്ടവന്മാരാണെന്ന് പോലും നമ്മുടെ സമൂഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഡിവോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. ചിലപ്പോൾ ഇത്തരം പോയിന്റിൽ അങ്ങനെ ഒരു തീരുമാനം രണ്ടുപേരും രക്ഷപ്പെടുത്തും. അതെ, ഇതിപ്പോ ഒരാൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്ക് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. നമസ്കാരം. ന്യൂസ് അറ്റ് ഹൗസിന്റെ ടോക്ക് ഷോയുടെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡിലേക്കാണ്. അതിഥിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ആമുഖം പറയാനുണ്ട്. ഈ ആഴ്ച നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെക്കുറിച്ചാണ്. ഡിവോഴ്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആകെ ഒരു ഭീതി ഉണ്ടാക്കുന്ന, നെഞ്ചടിച്ചു പോകുന്ന സാഹചര്യമാണ് നമ്മൾ കടന്നു വരുന്നത്. വിവാഹമോചനം എന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നു എന്നാണ് കരുതുന്നത്. എന്നാൽ പുതിയ കാലം വ്യത്യസ്തമായി ചിന്തിക്കുന്ന, ജീവിതത്തെ വ്യത്യസ്തമായി കാണുന്ന പുതിയ കാലം, അതിൽ നിന്നും വ്യത്യസ്തമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിരിക്കുന്നു. ഡിവോഴ്സ് സന്തോഷമുണ്ടാക്കുന്ന നിമിഷങ്ങളായി പലർക്കും മാറുന്ന സാഹചര്യം. ഹാപ്പിലി ഡിവോഴ്സ് എന്ന ഒരു വാക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഹാപ്പിലി ഡിവോഴ്സ് എന്ന പേരിൽ ഒരു പുസ്തകവും സമീപകാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അനുബന്ധമായൊരു ഡോക്യുമെൻ്ററിയും ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഓതറായ നിഷ രത്നമ്മയാണ് ഇന്ന് ടോക്ക് ഷോയിൽ അതിഥിയായി എത്തുന്നത്. നമുക്ക് ഡിവോഴ്സ് ഹാപ്പിലി ആണോ, സന്തോഷത്തിൽ കൈകാര്യം ചെയ്യേണ്ടതാണോ എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. സ്വാഗതം ടോക്ക് ഷോയിലേക്ക്. ഞാനിങ്ങനെ ഒരു അഭിമുഖം ആലോചിക്കുന്ന ഘട്ടത്തിൽ പ്രധാനമായും ആ പുസ്തകത്തിൻ്റെ പേര് കണ്ട ഘട്ടത്തിൽ തന്നെ ഡിവോഴ്സ് ഹാപ്പിലി ആവുന്നത് എങ്ങനെ എന്നുള്ളതാണ്, അല്ലേ? ഹാപ്പിലി ഡിവോഴ്സാണ് നിങ്ങളുടെ വാക്ക്. ഒരുപക്ഷെ പ്രത്യേകിച്ച് മലയാളികൾ, നമുക്ക് ഡിവോഴ്സ്, വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം ഇരുണ്ട ലോകത്താണെങ്കിലും നമ്മൾ അങ്ങനെ അങ്ങ് സ്വീകരിച്ചിരുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ചു തുടങ്ങി ലോകം എങ്ങനെയാണത് സന്തോഷകരമായൊരു തീരുമാനമായി മാറുന്നത് എന്നുള്ളത്. ഇങ്ങനെ ഒരു പുസ്തകത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക്, അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്താനുണ്ടായ കാരണം എന്തായിരിക്കും? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് അങ്ങനൊരു തീരുമാനവും അങ്ങനൊരു ടൈറ്റിലൊക്കെ ഉണ്ടായത്. കാരണം ഞാനൊരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീയാണ്. എൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഡിവോഴ്സിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എൻ്റെ ഡിവോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേരൻസിൻ്റെ സപ്പോർട്ടോ ആരുടെയും സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ വളരെ യാഥാസ്ഥികമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം 2 അനിയത്തിമാരാണ്. അപ്പം എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരാളും ഡിവോഴ്സ് ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്. എൻ്റെതൊരു പ്രണയ വിവാഹം ഉണ്ടായിരുന്നില്ല, ഡിവോഴ്സ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് ഞാൻ ഡിവോഴ്സ് എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ ആർക്കും ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല, പ്രത്യേകിച്ച് എൻ്റെ അച്ഛന്. അപ്പോൾ അച്ഛന് അത് വളരെ അഭിമാന പ്രശ്നമായിരുന്നു. മൂത്ത മോള് ഡിവോഴ്സ് ചെയ്ത് വീട്ടിൽ വന്ന് നിൽക്കുക എന്നുള്ളത് വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കാൻ തന്നെയാണ് അച്ഛൻ എന്നോട് കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിൽ വലിയ കാര്യമില്ല. കാരണം ഞാനും സന്തോഷം ഡിസേർവ് ചെയ്യുന്നുണ്ട്, അത് എൻ്റെ കൂടെ റൈറ്റ് ആണെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക പോയിന്റിലാണ് ഇനി മുന്നോട്ട് വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്ത്. എൻ്റെ മാത്രം തീരുമാനമായിരുന്നു, ഒരാരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് കോടതിയിൽ പോയതും ഡിവോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയതും ചെയ്തതും. അങ്ങനെ എൻ്റെ ഡിവോഴ്സ് നടക്കുന്ന സമയത്താണ് ഞാനൊരു ജേർണലിസ്റ്റായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ എൻ്റെ പേരൻസിനെ കാണാനോ എനിക്ക് ചുറ്റുമുള്ളവരെ കാണാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ സമൂഹം ഒരു ഡിവോഴ്സായ സ്ത്രീനെ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീനെ അത്ര ഈസി ആയിട്ട് അവർ സ്വീകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ ചെന്നൈയിലായിരുന്നു ജോലി ചെയ്തിരുന്നതെങ്കിൽ കൂടെ കേരളത്തിൽ വരുമ്പോഴും നമ്മുടെ നാട്ടുകാരെയും വീട്ടുകാരെയും സുഹൃത്തുക്കളെയൊക്കെ ഫേസ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനൊരു ഘട്ടത്തിലാണ് ഞാൻ ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ജോലി റിസൈൻ ചെയ്തു. ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ നാട് വിട്ടു പോയതാണ്. അങ്ങനെ ഒരു ഒളിച്ചോട്ടം എന്ന നിലയ്ക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നൊക്കെ ഞാൻ ദുബായിലേക്ക് പോകുന്നത്.
അവിടെ ചെന്നിട്ട് എന്ത് ജോലി എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് എന്ത് ജോലിയും ചെയ്യാൻ മാനസികമായി തയ്യാറെടുത്തിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ഞാൻ B.Ed കഴിഞ്ഞതാണ്, MPhil ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടീച്ചിങ് ജോലി കിട്ടാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മീഡിയയിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നതെങ്കിൽ കൂടെ മീഡിയയിൽ ഒരു ജോലി ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു ദുബായ് പോലൊരു രാജ്യത്ത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ ടീച്ചിങ് പ്രൊഫഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന ഉടനെ തന്നെ എനിക്ക് ലക്കിലി എനിക്ക് ജോലി ലഭിച്ചു. അവിടുന്ന് പതുക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്, റീബിൽഡ് ചെയ്തെടുത്തതാണ് ലൈഫ്. പിന്നീട് എനിക്ക് തോന്നുന്നു ജോലിയിൽ 1-2 വർഷം കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ഒന്ന് സോൾവ് ആയി. അപ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും അംഗീകരിച്ചു അല്ലെ നമ്മളെ തീരുമാനം ശരിയാണെന്ന് ഇപ്പോഴും അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്. അത് കാരണം അവരെ സംബന്ധിച്ച് ഡിവോഴ്സ്, കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരിക്കുന്ന വരെ ഉള്ളതാണ്. ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം ഇപ്പോഴും അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവിടെ ചെന്ന് എനിക്ക് പുതിയൊരു പാർട്ട്ണർ ഉണ്ടായി. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മോൻ വന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല. മോനൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നു. കാരണം ആരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, എനിക്ക് സേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എത്ര കാലം ജോലിയൊക്കെ ചെയ്തിരുന്നെങ്കിൽ കൂടെ എനിക്ക് സ്വന്തമായൊരു ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ എൻ്റെ പേരിൽ സ്വത്തുക്കളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മളെ അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. കൊച്ചിലെ പെൺകുട്ടികളായ കുറച്ചു കാലം പഠിപ്പിച്ച് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ജോലിക്ക് പോകാം, അല്ലെങ്കിൽ ജോലി കിട്ടും. പക്ഷെ അവരെ സംബന്ധിച്ച് എപ്പോഴും കുടുംബജീവിതത്തിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത്. എനിക്ക് ജോലിയുണ്ട്, അത് ഹാപ്പിയാണ്, ബട്ട് ദെൻ അവിടെ ഒരു സേവിങ്സ് വേണം, നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടാവണമെന്നൊന്നും നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മുന്നിലുള്ള ആദ്യത്തെ ചോദ്യം ഞാൻ മുന്നോട്ട് എങ്ങനെ ജീവിക്കുന്നതാണ്. ഓഫ് കോഴ്സ് ഞാൻ എഡ്യൂക്കേറ്റഡ്, എൻ്റെ കയ്യിൽ ആ കൂടെ സർട്ടിഫിക്കറ്റ്സ് മാത്രമേ ഉള്ളൂ. 10, 12, 13 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ 13 വർഷം ജീവിച്ചിട്ട് എൻ്റെ പേരിൽ ഒരു സ്വത്തോ അല്ലെങ്കിൽ എൻ്റെ പേരിലൊരു ഒരു സേവിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു അത് വലിയൊരു ക്രൈസിസ് ആയിരുന്നു. പക്ഷെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മോനെ കൂട്ടാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം അവനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരുന്നത് 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാൻ ചെന്നൈയിലേക്ക് മാറുന്ന സമയത്ത് അവനെ അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 85,000 എങ്കിലും മിനിമം ഒരു നല്ല സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ ഡൊണേഷൻ കൊടുക്കണം. അതെൻ്റെ കയ്യിലില്ല. മാത്രമല്ല എനിക്ക് വീട് വേണം, അവനെ ഞാനും ഒരുമിച്ച് താമസിക്കാൻ. അപ്പോൾ ഇതിനൊന്നുള്ള പൈസ എൻ്റെ കയ്യിലില്ല ബേസിക്കലി. അപ്പോൾ എൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും എനിക്ക് തോന്നുന്ന ഫീസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടീനെ അച്ഛൻ്റെ കൂടെ തന്നെ നിർത്തുക എന്നുള്ളതായിരുന്നു. കാരണം അവൻ അവിടെ സേഫാണ്, അവൻ്റെ എഡ്യൂക്കേഷൻ മുടങ്ങില്ല, അവൻ്റെ ഭക്ഷണം മുടങ്ങില്ല. അപ്പം ബാക്കി വരുന്നതെന്തോ ഞാൻ മാത്രം സഹിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു തോട്ടായിരുന്നു എനിക്ക്. അങ്ങനെയാണ് പിന്നീട് അവിടെ കുറച്ചു കാലം ഒറ്റയ്ക്ക് നിന്നതിന് ശേഷം ആണ് ഞാൻ ദുബായിലേക്ക് പോകുന്നതും പിന്നെ ദുബായിൽ വന്ന് ജോലി ചെയ്യുന്നതും ലൈഫ് പതുക്കെ റീബിൽഡ് ചെയ്ത് തുടങ്ങുന്നതും. ദുബായിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല. ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് എനിക്ക് ആ ഡിവോഴ്സിൻ്റെ പ്രോസസ്സിലൂടെ ഒക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, കാരണം ആരുടെയും സപ്പോർട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, പേരൻസിൻ്റെ ഒന്നും സപ്പോർട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് തോന്നി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നാടുവിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് എല്ലാം എനിക്ക് എക്സ്പാർട്ടി ഡിവോഴ്സാണ് കിട്ടുന്നത്. ഞാനിവിടെ കേസ് അറ്റൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഡിവോഴ്സ് നടന്നു. അങ്ങനെ അവിടെ ചെന്ന് എല്ലാം ശരിയായി, അല്ലെങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ആവുന്നത്. പിന്നെ പതുക്കെ ലൈഫ് റീബിൽഡ് ചെയ്യായിരുന്നു. പിന്നീട് പാർട്ട്ണർ ഉണ്ടായി. പിന്നീട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മോൻ എൻ്റെ അടുത്തേക്ക് വന്നു. മോൻ അവിടെ പഠിക്കാൻ തുടങ്ങി. വ്യക്തിപരമായ ഈ പ്രശ്നത്തിനെ അതിനെ അതിജീവിച്ച ഒരു ഘട്ടത്തിലെത്തി നിങ്ങളുടെ ലൈഫ് ഇനി വീണ്ടും ഒരു പുതിയ പാതയിലൂടെ പോകാനുള്ളൊരു തുടക്കം, അവിടെ രണ്ടാമതൊരു തുടക്കമാണല്ലോ. ഈ ഘട്ടത്തിൽ ഇതൊരു വ്യക്തിപരമായ പ്രശ്നത്തിനപ്പുറത്ത് ഒരു പൊതു പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണ്? ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദുബായിലേക്ക് പോയി അവിടെ സെറ്റിൽഡ് ആയതിനു ശേഷം കുറച്ച് കാലത്തിന് ശേഷം എനിക്ക് പുതിയൊരു പാർട്ട്ണർ ഉണ്ടാവുകയും ഞാൻ അവിടെ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. അതുവരെ എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഒരു പരിധി വരെ ഞാൻ അതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ ഞാൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് എൻ്റെ കുടുംബവും സമൂഹമൊക്കെ, നീയാണ് പ്രശ്നക്കാരി. അപ്പം നമ്മൾ അങ്ങനെ വിശ്വസിച്ച് പോകുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പം ഞാനാണ് പ്രശ്നം എന്ന് വിശ്വസിച്ചിരുന്നിടത്ത് നിന്ന് പുതിയൊരു പാർട്ട്ണർ ഉണ്ടായി ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്ത ഒരു സമയത്തിൽ ഞാൻ മാത്രമല്ല, ഡെഫിനറ്റ്ലി ഞാൻ ഫ്ലോലെസ് ആണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ അതല്ല, വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം എനിക്ക് തോന്നുന്നു സന്തോഷത്തിനേക്കാൾ കൂടുതൽ സമാധാനമാണ് ആവശ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സമാധാനപൂർണ്ണമായ ഒരു ജീവിതം ഞാൻ ജീവിച്ചു തുടങ്ങി.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ആ വിസ്മയുടെ ആത്മഹത്യയായിരുന്നു ഒരു വഴിത്തിരിവ്. അപ്പം ഞാൻ ആലോചിച്ചു, ഇപ്പം എൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ എന്നോട് ഡിവോഴ്സ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ആ കുട്ടീനോട് ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. ഡിവോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, അവളുടെ അച്ഛൻ പറയുന്നത് ഒന്നും കൂടെ പിടിച്ചു നിൽക്കും, ഇങ്ങനെയൊക്കെയല്ലേ വിവാഹം, ഇങ്ങനെയൊക്കെയല്ലേ എല്ലാ എന്നൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ ആണ്. നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് സ്ത്രീകളോട് പറയുന്നതാണ് സഹനവും ക്ഷമയും ഒക്കെ തന്നെയാണ് വിവാഹം എന്നാണ് പറയുന്നത്. അപ്പം അതിന് പകരം അതല്ല, നിനക്ക് സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ നീ ഇട്ടിട്ട് പോരെ, ഞങ്ങളിവിടെ ഉണ്ട്, കൂടെ ഉണ്ട് എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ ഒരു കുട്ടി, ആ കുട്ടി ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യില്ല. ഈ വിവാഹമോചനം എന്ന് പറയുന്നതിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്നും ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ ചിന്തിച്ചത് നേരെ തിരിച്ചാണ്. എനിക്ക് വിവാഹമോചനത്തിന് ശേഷമാണല്ലോ എനിക്കൊരു ജീവിതം ഉണ്ടായതെന്നാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞുകൂടാ വിവാഹമോചനത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ഞാൻ തന്നെയല്ലേ പറയേണ്ട ആള്? ഞാനത് എനിക്ക് തോന്നുന്നു, ഞാൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ച് പ്രിവിലേജ്ഡ് ആണ്. എനിക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്നുള്ള വാക്ക് ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ളൊരു വാക്ക്. അത് അധികം ആരും ഉപയോഗിക്കുകയോ പറയുകയോ കേട്ടുകയോ പരിചയമില്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ പറയാതിരിക്കുന്നത് ഒരു ഇൻജസ്റ്റിസ് ആയിട്ട് എനിക്ക് തോന്നി, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ പെരുകുന്ന സമയത്ത്. വിസ്മയുടെ ആത്മഹത്യയ്ക്ക് മുമ്പും പല ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ ആ രീതിയിലൊക്കെ പലതിനും നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ പെൺകുട്ടികൾ വളരെ ഒരുപാട് സഫർ ചെയ്തൊക്കെ നിൽക്കുന്ന സാഹചര്യങ്ങൾ മാത്രമല്ല, ആത്മഹത്യ മാത്രമല്ല, ഇപ്പോഴും നമുക്കറിയാം ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് ഇടങ്ങളിൽ മനുഷ്യർ ഭയങ്കര സഫോക്കേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മനുഷ്യരോട് എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാമല്ലോ. എൻ്റെ ലൈഫിൽ എന്ത് സംഭവിച്ചു, ഡിവോഴ്സ് ഉണ്ടായി, ഡിവോഴ്സിന് ശേഷം ഞാൻ തീർന്നു പോയില്ല, അല്ലെങ്കിൽ ഡിവോഴ്സ് ഇസ് ദ എൻഡ് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നതിനപ്പുറത്ത് എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു, നിങ്ങൾക്കും ഹോപ്പ് ഉണ്ട് എന്ന് എനിക്ക് പറയണം എന്ന് തോന്നി സമൂഹത്തിനോട്. അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊരു അതിനെ ഈ മാതൃക ഇങ്ങനെ ഒരു രൂപത്തിൽ പറയണം എന്ന് തീരുമാനിച്ചിരുന്നു, ഡോക്യുമെന്ററി അല്ലെങ്കിൽ പുസ്തകം? എനിക്ക് ഇതൊരു മെസ്സേജ് ആയിട്ട് എനിക്കൊരു എനിക്കൊരു ഇത് പറയണം, ഒരു മെസ്സേജ് ഉണ്ട് സമൂഹത്തിനോട് കൊടുക്കാനുള്ള മെസ്സേജ് ഉണ്ട്. അത് ഏത് രൂപത്തിൽ നിന്നും എനിക്കറിയില്ല, അത് ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കും എന്ന് വിചാരിച്ചപ്പം ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വന്നത് ഡോക്യുമെൻ്ററി രൂപത്തിൽ ചെയ്യാമെന്നാണ്. കാരണം വിഷ്വൽ ആണല്ലോ, ആളുകൾ കുറച്ചും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വിഷ്വൽ ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചു. അത് ആ ഒരു ടൈറ്റിൽ ഭയങ്കര ഹിറ്റായി, ആളുകൾ ഒരുപാട് ഏറ്റെടുക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും. ആ ഒരു ഡോക്യുമെൻ്ററി ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾ എന്നോട് വന്ന് നേരിട്ട് അവരുടെ കഥകൾ പറയാൻ തുടങ്ങി. അതെനിക്കൊരു പുതിയ തിരിച്ചറിവായിരുന്നു. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് നമ്മളുടെ സമൂഹത്തിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലോ, ഇത് വരുമ്പം ആൾക്കാർ തെറി വിളിക്കുന്നത് തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ. ഡെഫിനറ്റ്ലി. കാരണം കുടുംബം കലക്കാൻ നടക്കുന്ന സ്ത്രീ, ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പല രീതിയിലും, സ്ത്രീകളും പുരുഷന്മാരും, അതിൽ വ്യത്യാസമൊന്നുമില്ല, അവരെ തെറി വിളിക്കും തന്നെ പ്രതീക്ഷിച്ചെടുത്ത് എനിക്ക് അത്ഭുതമായത് അങ്ങനെ വലിയ തെറിവിളികൾ ഉണ്ടായില്ല. ഇത് കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് വേണ്ടതെന്നാണ് ആൾക്കാർ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഈ ഡോക്യുമെൻ്ററി ചെയ്യുന്ന സമയത്ത് 3 സ്ത്രീകളുടെ ജീവിതമായിരുന്നു എടുത്തത്. ഞാൻ ബിഹൈൻഡ് ദ ക്യാമറ ആയിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ സ്ത്രീകൾ, ഞാൻ പറഞ്ഞു, ഇത് പുറത്തിറങ്ങിയാൽ നമ്മളെന്തായാലും നമ്മളെ പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കുന്നുണ്ടാവില്ല, തെരുവിളി ഡെഫിനറ്റ് ആയിട്ടും കേൾക്കേണ്ടി വരും. പക്ഷെ അവർ പറഞ്ഞു ഓക്കെയാണ്, നമുക്കിത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിലാണ് നമ്മൾ. ഇനീഷ്യലി 2 പേര് കമ്മിറ്റ് ചെയ്തിരുന്ന 2 പേര് ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ അവർ പിന്മാറുകയും ചെയ്തു. പിന്നീടാണ് ഫൈനലി വന്ന 3 പേരിലേക്ക് വരുന്നത്. അപ്പം ഞാൻ പ്രതീക്ഷയിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായത് നമ്മുടെ സമൂഹം ഒത്തിരി മാറുന്നുണ്ട്, ഒത്തിരി ഇവോൾവ് ചെയ്യുന്നുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് അതറിയാലോ, കേരളത്തിന് ഒരു പ്രത്യേക സ്റ്റേറ്റസ് ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ അവർ മാറുന്നുണ്ട്. നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിൽ അവർ മാറുന്നതുകൊണ്ട് ഈ തെരുവിളി പ്രതീക്ഷിച്ചോടത്ത് നമ്മൾ പലപ്പോഴും ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് ഇങ്ങനെ തന്നെയാണ് വേണ്ടത്, അല്ലാണ്ട് ആത്മഹത്യ ചെയ്യല്ല. അല്ലെങ്കിൽ വിസ്മയയുടെ നമുക്കറിയാം, വിസ്മയയുടെ ആത്മഹത്യ നടക്കുന്ന സമയത്ത് ഞാനടക്കമുള്ള മനുഷ്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് വിസ്മയയുടെ പേരൻസിനും അല്ലെങ്കിൽ അവരെ കൂടെ ഞാൻ പറഞ്ഞു അവരുടെ പേരിലും കൂടെ കേസെടുക്കണം എന്നാണ് ഞാൻ, എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ. കാരണം അവരും കാരണക്കാരിയാണ് ആ കുട്ടിയുടെ ആത്മഹത്യക്ക്. 21 വയസ്സുള്ള പെൺകുട്ടിക്ക് മറ്റെന്ത് ചെയ്യാൻ പറ്റും? ആരും ഇല്ലാണ്ടാകുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം എനിക്ക് തോന്നുന്നു അവിടെയായിരുന്നു ഒരു വഴിത്തിരിവെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പോ ഈ പറഞ്ഞ പോലെ ഇതിന്റെ തലവാചകം പറയുന്ന പോലെ ഈ ഹാപ്പിലി ഡിവോഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പോയിന്റിലാണല്ലോ, അൺഹാപ്പി ഘട്ടത്തിലാണല്ലോ നമ്മളിങ്ങനെ ഒരു സന്തോഷത്തെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ വ്യക്തി ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു ഡിവോഴ്സിന് ശേഷം വേറൊരു പാർട്ട്ണറുമായി ഒരു കുടുംബജീവിതം നയിക്കുകയും ചെയ്യുന്നു. അപ്പം പലപ്പോഴും ഉണ്ടാകുന്ന ഈ തെറിവിളിക്കാരും പ്രചരണക്കാരും പറയുക,
ഡിവോഴ്സ് എന്ന് പറയുന്നതോടുകൂടി നിങ്ങൾ ഒറ്റക്കായി എന്നാണ്. അപ്പം ജീവിതം എന്ന് പറയുന്നത് ഒറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ ഒറ്റക്കാക്കാനുള്ള ഈ പണ്ട് ഷിബു ചക്രവർത്തി എഴുതിയ പോലെ സൈന്യത്തിലെ പാട്ട് പറയുന്ന പോലെ പറന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഈ പറന്ന് നടക്കുന്ന എങ്ങനെയാണ് എന്തിനാണ് എന്നുള്ള ആ സന്തോഷത്തിലേക്കല്ല ആളുകൾ വരിക. ഇത് വേറൊരു ജീവിതം, നമ്മൾ ഉദ്ദേശിക്കാത്ത വേറൊരു മോശമായ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആഹ്വാനം എന്നുള്ള നിലക്കാണ്. അതേസമയം തന്നെ നമ്മൾ ഈ സാമൂഹ്യ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക, അവിടെ ഈ എന്താ പറയുക സഫറിങ്സ് ഇല്ലാതെ നമ്മളെ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ നിങ്ങൾ അന്വേഷിച്ചിറങ്ങിയപ്പം അങ്ങനെ പറയാൻ മടിച്ച ആളുകളുടെ പ്രധാനപ്പെട്ട കൺസേൺ എന്തായിരുന്നു? ഇപ്പോൾ ഇതേ അനുഭവത്തിലൂടെ കടന്നു വന്ന ആളുകളൊക്കെ സമീപിച്ചിട്ടുണ്ടാവുമല്ലോ, അവരുടെ അനുഭവം പറയാൻ അവർക്കുണ്ടായിരുന്ന തടസ്സം ഇത് തന്നെയായിരുന്നു? ഈ വിവാഹമോചനത്തിന് ശേഷം ഇപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളുണ്ടാവും. അവരെ സമൂഹം അത്ര കരുണയോട് കൂടിയിട്ടല്ല കാണുന്നത്. അവരെ മോശക്കാരികളായിട്ട് തന്നെ ചിത്രീകരിക്കുന്നുണ്ട് ഇപ്പോഴും. കാരണം അവരെക്കുറിച്ച് പറയുന്നത് തോന്നിയ പോലെ ജീവിക്കാം, അതുകൊണ്ട് കെട്ടിയോന് ഉപേക്ഷിച്ചിറങ്ങിയതാണ് എന്ന് ഉള്ളൊരു അവരെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ വിവാഹ മോചനത്തിന് ശേഷം പുതിയൊരു പാർട്ട്ണർ ഉണ്ടാവുകയോ കല്യാണം കഴിക്കുകയോ ചെയ്ത് അവർ വീണ്ടും സേഫ് സോണിലേക്കാണ് പോകുന്നത്. അവരെക്കുറിച്ച് അത്രയും പറയുന്നില്ല. അപ്പം എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ രണ്ടാമതൊരു പാർട്ട്ണർ ഉണ്ടാവുന്നില്ല എന്നുള്ളത് അവർ പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്, ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അറിയില്ലല്ലോ എങ്ങനെയാണ് മനുഷ്യരുടെ. ചിലരൊക്കെ നമ്മളൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത്ര രീതിയിലൂടെ ഉള്ള ദുരിതത്തിലൂടെയും ട്രോമയിലൂടെയും പീഡനങ്ങളിലൂടെയൊക്കെ കടന്നു വന്നവർക്ക് പേടിയാണ്, ശരിക്കും പേടിയാണ് ഇനിയൊരു പാർട്ട്ണർ ഉണ്ടാവുകയാൽ എങ്ങനെയാവും എന്നുള്ളൊരു. പിന്നെ കുട്ടികൾ കൂടെയുള്ളവർക്ക്, ചെറിയ കുട്ടികൾ കൂടെയുള്ളവർ ഇവരെങ്ങനെ എടുക്കും എന്നൊക്കെ ഉള്ളൊരു കൺസേൺസും പേടികളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ മാറ്റി നിർത്തുന്നവരുണ്ട്. പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്പോഴും സമൂഹം അവരോട് എന്താ പറയുക, ഒരു കുറച്ച് ഒരു കരുണയോട് കൂടിയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മനുഷ്യരുടെ ലൈഫ് വ്യത്യസ്തമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈവൻ വിസ്മയ അടക്കമുള്ള ആൾക്കാരോട്, ഇങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മൾ പോയി ഒരുപാട് അനുഭവങ്ങളിലൂടെ വന്നു. ഇപ്പം നിങ്ങളുടെ വ്യക്തി അനുഭവം എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ഒരുപാട് ആളുകളുടെ അനുഭവത്തിലൂടെ വന്നപ്പോൾ അതിൽ നിങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തോന്നിയ യാഥാർത്ഥ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നമ്മുടെ പെൺകുട്ടികൾ ഇപ്പം വളരെ എംപവേർഡ് ആണ്. പക്ഷെ ആൺകുട്ടികൾ അതിനൊപ്പം ഉള്ള വളർച്ച, ആ എംപവർമെന്റ് ആൺകുട്ടികൾക്കില്ല. ആൺകുട്ടികളെ വളർത്തുന്ന രീതിയിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പെൺകുട്ടികളെ വളർത്തുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പെൺകുട്ടികളെ ആൺകുട്ടികളെ വളർത്തിയിരുന്നത് പോലെയാണ് ഇപ്പോൾ പെൺകുട്ടികളെ വളർത്തുന്നത്. അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് പൂർണ്ണ ബോധ്യങ്ങളുണ്ട്. അവരെ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, അവർക്ക് ജോലി വേണമെന്നും സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആൺകുട്ടികളെ വളർത്തുന്ന രീതിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കാലങ്ങളായിട്ട് പെൺകുട്ടികളെ എംപവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ എംപവേർഡ് ആയിട്ടുള്ള പെൺകുട്ടികളാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നിന്നിട്ട് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾക്കറിയാം 2005 പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വരുന്നത്. അതുവരെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് വിവാഹത്തിൽ സ്ത്രീകൾ സഹിച്ചും ക്ഷമിച്ചും പുറത്തും ജീവിക്കണം. അതാണ് ഒരു വിവാഹത്തിന്റെ വിജയമെന്നാണ് കരുതുന്നത്. ആണായാൽ 2 പൊട്ടിക്കണം, അല്ലെങ്കിൽ പൊട്ടിക്കാത്തവന്മാർ കഴിവുകെട്ടവന്മാരാണെന്ന് പോലും നമ്മളുടെ സമൂഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വരുന്ന സമയത്ത് അടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ദേഹോപദ്രവം പാടില്ല. അത് അവകാശമാണ്. സ്ത്രീകൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധവാന്മാരാകുന്ന സമയത്ത് ആണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പുതിയ റെവല്യൂഷൻ. എനിക്ക് തോന്നുന്നു സാമൂഹ്യ മാറ്റമാണ് വേണ്ടത്. വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഉപദ്രവങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഇതൊന്നും സഹിച്ചും പുറത്ത് നിൽക്കണ്ട, നമുക്ക് നിയമമുണ്ട് സംരക്ഷിക്കാൻ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരുന്നിടത്താണ് ഡിവോഴ്സ് ഒക്കെ തുടങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? അതുവരെ ഇതൊക്കെ കെട്ടിയവനായ ഇപ്പൊ ഈ സാമൂഹ്യ ചുറ്റുപാടുകളില് അതിന്റെ അടയാളമാണല്ലോ കലകളൊക്കെ. സിനിമയിലാണെങ്കിൽ അത് കഥാപാത്രങ്ങളിലൂടെ നമുക്ക് തരുന്ന മൂല്യം പലപ്പോഴും ഒരടി കൊണ്ടു, അപ്പോൾ കുടുംബ ഭദ്രതയ്ക്ക് അത് സഹിക്കുക എന്നുള്ള നിലയിലേക്കാണ് കൊണ്ടുപോവുക. പല ഉദാഹരണങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെയുള്ള മാറ്റം ഇപ്പോൾ അടുത്ത കാലത്ത് ജയ 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 ജയഹേ എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോഴാണ് ആ സിനിമയിലെ ആ കാഴ്ച പലപ്പോഴും കണ്ടിരുന്നത്. സിനിമ സൂപ്പർ ഹിറ്റ് ആയെങ്കിലും അത് അങ്ങനെ ഉൾക്കൊള്ളാൻ നമുക്ക് ആദ്യം കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാത്തിലേക്കും സംക്രമിക്കുന്ന ആ മൂല്യം ആണ് നമുക്ക് വേണ്ടത്. അതിലൂടെയാണ് മാറ്റം ഉണ്ടാവുക എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു അനുഭവം തന്നെയാണോ ഈ താങ്കൾ വിവരം ശേഖരിച്ച ആളുകളിൽ നിന്നൊക്കെ കണ്ടത്? അതെ. ഇപ്പം നമ്മളുടെ ബുക്കിന്റെ ഭാഗമായിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഡോക്യുമെന്ററിയുടെ ഭാഗമായിട്ടുള്ളവരൊക്കെ
99% അല്ലെങ്കിൽ എല്ലാവരും തന്നെ എന്ന് പറയാം, എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവരാണ്. അപ്പോഴാണ് അവർക്ക് അവരുടെ റൈറ്റ്സിനെ കുറിച്ചും ഒക്കെ ബോധം വരുന്നതും അവർക്കിത് വേണ്ട. മാത്രമല്ല ഇത് വിവാഹമോചനം അല്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് ഇറങ്ങി നടക്കുക എന്ന് പറയുന്നത് അവരെടുക്കുന്ന ഒരു തീരുമാനമാണല്ലോ. ആ തീരുമാനം എടുക്കണമെങ്കിൽ ഒരുപാട് ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. നമ്മൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ടാവണം, എഡ്യൂക്കേഷൻ അല്ല, ഒരു സാമ്പത്തിക സെൽഫ് റിലയൻ്റ് ആയിരിക്കണം, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം എന്നുള്ളതാണല്ലോ ഫസ്റ്റ്. പിന്നെ ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു തൻ്റെടം കൂടെ ഉണ്ടാവണം. സെൽഫ് റിലയൻ്റ് ആയാൽ മാത്രം പോരല്ലോ, സമൂഹത്തിൽ നമുക്ക് ചുറ്റും ഉള്ള മനുഷ്യരെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ആ ടാസ്ക് നമ്മൾ മുന്നോട്ട്, ചിലർക്ക് അതൊന്നും പറ്റത്തില്ല. അവർ ഇപ്പം വിവാഹമോചനം കഴിഞ്ഞ പല സ്ത്രീകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വിവാഹമോചനം കഴിയുന്നതോടുകൂടി അവരൊരു ഇരുട്ടിലേക്ക് പോവുകയാണ്. അവർ പുറം ലോകവുമായിട്ടുള്ള ബന്ധമൊക്കെ കട്ട് ചെയ്തിട്ട് അവരിങ്ങനെ ഒതുങ്ങിക്കൂടി ഒരു മൂലയിൽ ജീവിക്കുന്ന, അവരവരുടെ കാര്യം നോക്കി. അവർക്ക് പുറത്ത് വന്നിട്ട് ഞാൻ വിവാഹമോചിതയാണ് എന്ന് പറയാൻ ധൈര്യമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാം അതിൻ്റെ പിന്നെ കോൺസിക്വൻസസ് എന്താണെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് അവർ പറയാൻ മടിക്കുന്നത്. ഭർത്താവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ പല സ്ത്രീകളും ഭർത്താവ് ഒരു സ്ഥലത്ത് ദുബായിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ മറ്റിടത്ത് ജോലി ചെയ്യുക എന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കുടുംബങ്ങളിലാണെങ്കിലും അവരുടെ അച്ഛനമ്മമാരുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ കൂടെ അവരും അങ്ങനെ തന്നെയായിരിക്കും പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ളൊരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കുറച്ച് പേരെങ്കിലും ഞങ്ങൾ വിവാഹമോചിതരാണ്, വിവാഹമോചനത്തിന് ശേഷം ഞങ്ങൾ ഹാപ്പിയാണ് എന്ന് സമൂഹത്തിനോട് പറയാൻ ധൈര്യമുള്ള ഒരു പറ്റം സ്ത്രീകൾ. അപ്പോൾ ഇപ്പോൾ ഒരാൾ മാത്രമല്ല, ഒരുപാട് പേര് അങ്ങനെയുണ്ട് എന്നുള്ളത് ഇത്തരത്തിലുള്ള ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന മനുഷ്യർക്ക്, സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് എസ്പെഷ്യലി ഒരു ഹോപ്പായിരിക്കും. ജീവിതം വലിയ വിജയമായ ആളുകൾ നമ്മൾ ഈ പുസ്തകത്തിൽ തന്നെ കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായി നമ്മളെ വലിയ മോട്ടിവേഷണലായ ഒരു അനുഭവം ഏതായിരിക്കും എടുത്തു പറയാം? കാനഡയിൽ ജീവിക്കുന്ന ലീന എന്ന് പറയുന്ന ഒരു ഫാർമസിസ്റ്റ് ഉണ്ട്. അപ്പം ലീന ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. പ്രത്യേകിച്ച് അറിയാം നമ്മളുടെ ക്രിസ്ത്യാനിറ്റിയിൽ ഈ വിവാഹമോചനം എന്ന് പറയുന്നത് അക്സെപ്റ്റബിളേ അല്ല. ഇപ്പം ലീനയ്ക്ക് 52 വയസ്സുണ്ട്. അപ്പം ലീന പറയാം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും വിവാഹമോചനം നേടാനും. പക്ഷെ അവരുടെ പേരൻസ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ലീന രക്ഷപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നത്. വളരെ കുറച്ചു കാലം മാത്രമേ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ, പക്ഷെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പം അവരുടെ പേരൻസ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലീന വിവാഹമോചനം നേടുകയും അതിനുശേഷം ഫാർമസിസ്റ്റായിട്ട് തന്നെ ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലീനയ്ക്ക് ഒരു കല്യാണാലോചന വന്നു കാനഡയിൽ നിന്നും. ഇപ്പം ലീന ഒരു ഫാർമസിസ്റ്റ് മാത്രമല്ല, കാനഡയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാർമസിസ്റ്റ് എന്നതിലുപരി അവരൊരു ഇൻഫ്ലുവൻസർ കൂടെയാണ്. പല രീതിയിൽ സ്ത്രീകൾക്ക് മോട്ടിവേഷനൊക്കെ കൊടുക്കുന്ന, മരുന്നറിവുകളെ കുറിച്ച് റീൽസിലൂടെയും ഒക്കെ സംസാരിക്കുന്ന, ഇപ്പം പല രീതിയിലും എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ് തരുന്നൊരു ലേഡിയാണ്. 52 വയസ്സുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും അവരുടെ സംസാരവും അവരുടെ പ്രവൃത്തികളൊക്കെ എനിക്ക് ആ രീതിയിൽ ചിലപ്പോൾ ഇത്തരം പോയിന്റിൽ അങ്ങനെ ഒരു തീരുമാനം രണ്ടുപേരും രക്ഷപ്പെടുത്തും. അതെ, ഇതിപ്പോ ഒരാൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്ക് മാത്രമാണെന്നും ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ ഡിവോഴ്സ് സ്ത്രീകളുടെ മാത്രം പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രം പ്രശ്നക്കാരാണെന്നോ സ്ത്രീകളെല്ലാം നല്ലവരാ, അങ്ങനത്തെ ഒന്നും ഞാൻ പറയുന്നില്ല. രണ്ട് മനുഷ്യർക്ക് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ വേർപിരിയുക, അവർ ഡിവോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ചിലപ്പം അവർക്ക് മറ്റൊരാൾ പാർട്ട്ണറുമായിട്ട് ഒത്തുപോകാൻ സാധിച്ചേക്കാം അല്ലേ. കാഴ്ചപ്പാടുകളും അവരുടെ പെർസ്പെക്റ്റീവ്സ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് ഇപ്പം ഞങ്ങൾ പുസ്തകത്തിലോ അല്ലെങ്കിൽ ഡോക്യുമെന്ററിയിലോ ഒക്കെ പറയുന്ന ആൾക്കാരിൽ പലർക്കും പാർട്ട്നേഴ്സ് ഉണ്ട്, പുതിയ പാർട്ട്നേഴ്സ് ഉണ്ട്, അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ഇവര് പൂർണ്ണമായൊരു ശരിയോ പൂർണ്ണമായൊരു തെറ്റോ അല്ല, അത് നമ്മളെ എങ്ങനെ മറ്റൊരാളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നു. ഇപ്പോഴും ഇങ്ങനെ ഒരു പോയിന്റിലും അതിൻ്റെ ഒരു വേദനയിൽ അത് അടിച്ചമർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ? ഇപ്പോൾ താങ്കളുടെ അന്വേഷണത്തിൽ ഈ ഡിവോഴ്സിന് ശേഷവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകളില്ലേ? ഒത്തിരി പേരുണ്ട്. എസ്പെഷ്യലി ഇപ്പം വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ സ്വയം സെൽഫ് റിലയൻ്റ് അല്ലാത്ത, സാമ്പത്തിക സ്വാതന്ത്ര്യമൊന്നും ഇല്ലാത്ത സ്ത്രീകൾക്ക് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറൊരു കാര്യമുണ്ട്, ഈ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ ആണ് എന്തുകൊണ്ട് സഫർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണം എന്താ വെച്ചാൽ, ഈ വിവാഹത്തോടു കൂടിയിട്ട് സ്ത്രീകൾക്ക് സ്വന്തം വീട് നഷ്ടപ്പെടും.
ആ അവരെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്കും. വിവാഹമോചനത്തോടു കൂടി അവിടെ നഷ്ടപ്പെടും. അപ്പൊ ഇവരെവിടെ പോകും? എവിടെ ചിലപ്പം ജോലി ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല, എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല. ഇപ്പം എത്ര സ്ത്രീകളുടെ പേരിൽ സമ്പാദ്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം സ്വത്തും പുരുഷന്മാരുടെ പേരിലല്ലേ. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് ഇറങ്ങി അവിടെയില്ല, എവിടെയില്ല, റോഡിലായി പോകുന്നുണ്ട്. ഇപ്പം അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റു വിദേശ പല രാജ്യങ്ങളിലും, ന്യൂസിലൻഡ് അടക്കമുള്ള പല രാജ്യങ്ങളിലും ഈ റെഫ്യൂജി അല്ലെങ്കിൽ ഡിവോഴ്സ് ഹോംസ് അല്ലെങ്കിൽ റെഫ്യൂജി ഹോംസ് ഒക്കെ ഉണ്ട്. അവിടെ പെൺകുട്ടികൾക്ക് ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സപ്പോർട്ട് കൊടുക്കും. അവർക്ക് താമസിക്കാൻ ഇടം കൊടുക്കും, അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഡേ കെയർ സെൻ്ററുകൾ, അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളെ അവിടെ ഏൽപ്പിച്ച് പോയിട്ട് അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊന്നുമില്ല. അപ്പം അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ പെൺകുട്ടികൾ എന്താ ചെയ്യുക? മാത്രമല്ല ഈ സമൂഹം ഇപ്പൊ വീട്ടുകാർ പോലും ഈ എതിർക്കുന്നത് സമൂഹത്തിനെ പേടിച്ചിട്ടാണ്. അഭിമാനം അതാണ് ഏറ്റവും വലുത്. അപ്പൊ അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യത്തില് നമ്മള് എന്താ പറയാ, പെൺകുട്ടികൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെയാണ് അവരെ ചെയ്യുന്നത്. ഇനി ഡിവോഴ്സ് ആയാലും നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചയിൽ ഡിവോഴ്സ് ആവുന്നത് സ്ത്രീ മാത്രമാണെന്നുള്ള ഒരു ആംഗിളാണ്. അതായത് അപ്പുറത്തൊരു പുരുഷനെ കൂടി ഉണ്ടല്ലോ. എക്സാക്ട്ലി. ഇപ്പം ഡിവോഴ്സ് ആവുന്ന സ്ത്രീയും പുരുഷനാണെങ്കിൽ കൂടെ ഡിവോഴ്സ് ആവുന്ന പുരുഷൻ അന്ന് മുതൽ ബാച്ചലറായിട്ട് പിന്നെ അടിപൊളിയായിട്ട് ജീവിക്കുക. അയാൾ എവിടെ പോയി എന്ത് ചെയ്തു എന്നുള്ളത് ആരും അന്വേഷിക്കത്തില്ല. പക്ഷെ ഒരു സ്ത്രീ ഡിവോഴ്സ് ആയ ആ ദിവസം മുതൽ, ആ നിമിഷം മുതൽ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും 24/7 അവരെ സർവേലൻസിലാണ്. അവരെങ്ങനെ വസ്ത്രം ധരിക്കുന്നു, അവരെ ആരെ കാണുന്നു, എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നുള്ള ചോദ്യങ്ങൾ തൊട്ട് നമ്മൾ ആൻസർ. ഒരു വാടകയ്ക്ക് ഒരു വീട് എടുക്കാൻ പോയാൽ ഡിവോഴ്സ് ആണെങ്കിൽ കിട്ടില്ല. അപ്പം അതുപോലെ തന്നെ ഡിവോഴ്സ് ചെയ്തിട്ടുള്ള പല സ്ത്രീകളും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഗസ്റ്റുകൾ വരുവോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വരുവോ ചെയ്യുമ്പം ഈ റെസിഡന്റ് അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്, വളരെ സസ്പീഷ്യസ് ആയിട്ടാണ് അവരെ നോക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് ലേറ്റ് ആയിട്ട് കയറി വന്നാൽ. അപ്പം ഈ ഒരു സർവേലൻസും ഈ ഒരു പ്രശ്നങ്ങൾ അത് ഭയങ്കരമായിട്ട് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പല സ്ത്രീകളും ഡിവോഴ്സ് ആകുന്ന സമയത്ത് നാടുവിട്ട് പോകുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ആളുകളുടെ ചോദ്യങ്ങൾ അത്തരത്തിലാണ്. അവരുടെ നോട്ടം, അവരുടെ പ്രവൃത്തി, അവരുടെ നമ്മളെ ബാക്ക് ബൈറ്റ് ചെയ്യുന്നത് ആ രീതിയിലാണ്. അപ്പൊ ഇതൊന്നും കേൾക്കണ്ടല്ലോ. അന്യനാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ആർക്കും അറിയില്ല. ഇതൊന്നും ആരുടെയും വിഷയമല്ല. അവരവരുടെ ജീവിതം ജീവിക്കുകയാണ്. ഞാനിപ്പോൾ ദുബായിലെത്തിയതിന് ശേഷം എന്നെ ഒരുപാട് സ്ത്രീകൾ വിളിക്കും. എൻ്റെ കഥകൾ അറിയാവുന്ന ഒരുപാട് സ്ത്രീകൾ എന്നെ വിളിച്ചിട്ട്, ചേച്ചി അവിടെ ഒരു ജോലി കിട്ടാനുണ്ടോ, എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല, എങ്ങനെയാണ് അവിടെ ഒരു ജോലി കിട്ടാൻ പറ്റുകയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് സ്ത്രീകൾ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ ഇസ്മയുടെ കാര്യം പറഞ്ഞല്ലോ, പല ആത്മഹത്യകളുടെയും കാരണമായിട്ട് നമുക്ക് ഒരു ആശ്രയമില്ലാത്ത പോയിന്റിലാണ് ആത്മഹത്യകളിലേക്ക് ആളുകൾ പോകുന്നത്. സമ്മർദ്ദം അല്ലെങ്കിൽ പീഡനം, ഡൊമസ്റ്റിക് വയലൻസോ അതിനപ്പുറത്ത് മാനസികമായ സഫറിങ്സ് ഒക്കെ വരുമ്പോഴാണല്ലോ. അപ്പൊ ഇത് കുട്ടികളെ പുതിയ കാലത്ത് ഇപ്പോൾ പെൺകുട്ടികളെ നമുക്ക് ബോധവൽക്കരിക്കുന്നതോടൊപ്പം ആ പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ചെറുപ്പത്തിലെ ആൺകുട്ടികൾക്ക് എന്താണ് നമ്മൾ ഈ കാര്യത്തിൽ അവർക്ക് എന്ത് മൂല്യബോധമാണ് പകർന്നു നൽകേണ്ടത്? സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ ഒക്കെ നമുക്ക് കൊടുക്കേണ്ടതുണ്ടല്ലോ. അവർ ചെറുപ്പത്തിലെ ഈ കാര്യം എന്താണ്, പെണ്ണിനെ വേറെ കാണുക, നമ്മൾ പരിഹാസപൂർവ്വം പലപ്പോഴും റീമൊക്കെ അല്ലെങ്കിൽ ഒരു പ്രയോഗം കടെടുത്ത് പറയും, പൊരിച്ച മീൻ എനക്ക് ഒരു കഷ്ണം കുറച്ചേ തരുള്ളൂ അല്ലെങ്കിൽ മുള്ളേ തരുള്ളൂ എന്ന് പറയും. അത് നമ്മൾ പരിഹാസപൂർവ്വമാണ് പറയാം. പക്ഷെ അതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അവിടെ നിന്ന് തുടങ്ങാണ്, വീട്ടിൽ നിന്ന്. അതിന് നമുക്ക് ഒരു മൂല്യബോധം വളർത്തിയെടുക്കാനുള്ള സാമൂഹിക കാഴ്ചപ്പാട് രൂപീകരിക്കാനുള്ള ഒരു നിർദ്ദേശം നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് വെക്കുക? എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മുടെ പല കുടുംബങ്ങളിലും ആൺകുട്ടികളായാലും ഇങ്ങനെ, പെൺകുട്ടികളായാലും ഇങ്ങനെ എന്നുള്ളൊരു വേർതിരിവുണ്ട്. ജെൻഡർ റോൾസ് ഉണ്ട്. അപ്പം ഇപ്പോഴും ആൺകുട്ടികളോട്, ചെറിയ കുട്ടികളോടും പെൺകുട്ടികളോടും ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് വീട്ടിലേക്ക് കെട്ടിച്ചു വിടാനുള്ളതാണെന്ന് പെൺകുഞ്ഞുങ്ങളോട് പറയുന്നുണ്ട്. ആൺപിള്ളേരോട് ഇപ്പോഴും പറയുന്നുണ്ട്, കല്യാണം കഴിക്കണമെങ്കിൽ ജോലി വേണം, ആ പെണ്ണിനെ നോക്കാൻ സാധിക്കണം. ഇപ്പോഴും ഈ കാലഘട്ടത്തിലും പറയുന്നത്. പക്ഷെ അതല്ലല്ലോ. രണ്ടുപേരും ജോലി ചെയ്യണം, രണ്ടുപേർക്കും സ്വയം പര്യാപ്തത ഉണ്ടാവണം. ആരും ആരെയും നോക്കേണ്ട ആവശ്യമില്ല, ആരും ആരെയും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അത് തിരിച്ചറിവുണ്ട്. ഇന്നത്തെ പെൺകുട്ടികൾക്ക് അവരെ ആരും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വിദ്യാഭ്യാസമുള്ളവരാണ്, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ അറിയാം, സമ്പാദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഈക്വലായിട്ട് കരുതുന്ന, ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് കരുതുന്ന അവരുടെ ഒരു ഈക്വൽ പാർട്ട്ണറെയാണ് ആവശ്യം.
ആ ഒരു പക്ഷെ ആൺകുട്ടികൾ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ ഇവരെ എന്താ പറയാ സംരക്ഷിക്കണം. അപ്പൊ നമ്മൾ ചില സിനിമകളൊക്കെ കണ്ടാലും അറിയത്തില്ലേ, സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആ രീതിയിലാണ്. ഇപ്പൊ ഫഹദ് ഫാസിൽ പറയുന്ന പോലെ ഞാൻ അല്പം സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിലാണ്. അവിടുന്ന് അത്തരത്തിലുള്ള ആൺകുട്ടികളെ പെൺകുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളഞ്ഞു തുടങ്ങിയിരിക്കണം. അപ്പം ഈ പെൺകുട്ടികളെ ആൺകുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെറിയ പ്രായത്തിലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തുന്ന ആ ഒരു ജെൻഡർ റോൾസ് നൽകി വളർത്തുന്ന രീതി മാറ്റിയിട്ട് അവരെ ഈക്വൽ എന്താ പറയാ ഈക്വലായിട്ട് വളർത്തുക. വ്യക്തിപരമായ ഒരു കാര്യമല്ല, അതൊരു സാമൂഹ്യ ഉത്തരവാദിത്വം കൂടിയാണ്. അതെ, സാമൂഹ്യ ഉത്തരവാദിത്വം കൂടിയാണ്. മാത്രമല്ല തുല്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് കാഴ്ചപ്പാടിലേ വരുത്തണം. പണ്ടത്തെ കാലത്ത് ശരിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. പുരുഷന്മാര് പണം സമ്പാദിക്കുകയും കുടുംബം നോക്കുകയും ചെയ്യണം, സ്ത്രീകൾ വീട്ടുജോലികളൊക്കെ ചെയ്യണം എന്ന് പറയുന്നതിന് പല പല കാരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ആ സാമൂഹ്യ സാഹചര്യം മാറിയപ്പോഴാണ് ഇത് സംഘർഷം കൂടുന്നത്. അതായത് രണ്ടുപേരും സ്വയം പര്യാപ്തമാവാനുള്ള സാഹചര്യം ഉണ്ട്. പെൺകുട്ടികൾക്ക് ജോലി ചെയ്യാനുള്ള, ആൺകുട്ടികളെ പോലെ തന്നെ അവരും പഠിച്ചു കഴിയുമ്പോൾ ജോലി ചെയ്യുന്നു. അപ്പൊ അവർക്ക് അവരുടേതായ ഒരു ബഹുമാനം കിട്ടുക, അല്ലെങ്കിൽ തിരിച്ച് പരസ്പര ബഹുമാനം കിട്ടുക, തുല്യത കിട്ടുക, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിലാണ് ഈ സംഘർഷം വരുന്നത്. ശ്രമത്തിനിടയിൽ അപ്പൊ അത് തിരിച്ചറിയാന്നുള്ളത് രണ്ടുപേരുടെ പെൺകുട്ടികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിഞ്ഞ പെൺകുട്ടികളാണ് ഡിവോഴ്സിന് മുൻകൈ എടുത്ത് ഇത്രയധികം ഡിവോഴ്സുകൾ നടക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ആൺകുട്ടികൾക്ക് ഇപ്പോഴും മനസ്സിലാവാതെ അവർ കുറേ പേരെങ്കിലും എന്തിനാണ് ഇവൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഞാൻ അത് ചെയ്യരുത്, അവളുടെ ഫോണിന്റെ പാസ്വേഡ് ഒന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒരു മനുഷ്യന്റെ പേഴ്സണൽ ബൗണ്ടറീസ് ഉണ്ടെന്നും ഇതൊന്നും ആൾക്കാർക്ക് എനിക്ക് തോന്നുന്ന പേരൻസിന്റെ കുഴപ്പമാണ്. അവരെ വളർത്തുന്ന ആളുകള് നമ്മള് ആ ഒരു തിരിച്ചറിവോട് കൂടി കുട്ടികളെ വളർത്തിയാൽ ശരിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ പല കുട്ടികളും ചിന്തിക്കുന്നുണ്ട്. പുതിയ കാലത്തെ കുട്ടികൾ, ആൺകുട്ടികളായാലും കുറെ മാറി ചിന്തിക്കുന്നുണ്ട്. അതൊരു മൂർത്താവസ്ഥയിലെത്താൻ, മാർക്സിസ്റ്റ് വാക്കെടുക്കുകയാണ്, മൂർത്താവസ്ഥയിലെത്താൻ ഇനിയും സമയമെടുക്കും. അപ്പൊ അതുവരെ ഡിവോഴ്സുകളുടെ എണ്ണം അങ്ങനെ കൂടി വരികയും ചെയ്യും. ഒരു പോയിന്റിലെത്തുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു സാമൂഹ്യ ഉത്തരവാദിത്തമാണെന്ന് തോന്നുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു പുസ്തകത്തിലൂടെയും ഡോക്യുമെന്റിലൂടെയും ഒരു പ്രവർത്തനം? തീർച്ചയായും സ്വാഭാവിക ഉത്തരവാദിത്തമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികളെ ഞാൻ പറഞ്ഞല്ലോ, എത്രയോ പെൺകുട്ടികൾ ഇസ്മയ്ക്ക് ശേഷവും പല ആത്മഹത്യകളുണ്ടായി. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു 18 വയസ്സായിട്ട് 6 മാസം മുമ്പല്ലേ ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടി കൂടെ ആത്മഹത്യ ചെയ്തു. അപ്പൊ ഈ പെൺകുട്ടികളോട് ഞങ്ങളെ പോലുള്ളവരല്ലേ പറയേണ്ടത്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ കുടുംബത്തിൽ നിന്ന് അച്ഛൻ, അമ്മ, സമൂഹം നമ്മളോട് പലതും പറയാം. അവർക്ക് അവരുടെ സ്വാർത്ഥതകൾ ഉണ്ടാവും, അവരുടെ അഭിമാനമായിരിക്കും വിഷയം, അല്ലെങ്കിൽ അവര് മറ്റുള്ളവർ എന്തു പറയുന്നുള്ളത്. പക്ഷെ അതിനപ്പുറത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടെന്നും അത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം പലരും സ്ത്രീകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പഠിച്ചിട്ടില്ല, എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് നിങ്ങളെ പോലെയല്ല, എഡ്യൂക്കേറ്റഡ് അല്ല, ഒരു ജോലി കിട്ടാൻ സാഹചര്യം. ഇപ്പം അങ്ങനെയും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പഠിക്കണം, ഒരു പൈസ ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പൈസ ഉണ്ടാക്കണമെങ്കിൽ അത് പഠിക്കണമെന്നോ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. എന്തോരം സ്ത്രീകൾ സ്വയം തൊഴിലുകൾ ചെയ്യുന്നുണ്ട്. അത് പപ്പടം ഉണ്ടാക്കിയിട്ട് വിട്ടിട്ടുണ്ട്, അച്ചാറുണ്ടാക്കാർ, ചിലപ്പോൾ സാരി വിറ്റിട്ടായിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലായിട്ടുള്ള പ്രവർത്തനങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്തിട്ട് അവർക്ക് വേണ്ട വരുമാനം ഉണ്ടാക്കുന്ന സ്ത്രീകൾ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ കൊറോണ കാലത്ത് നമ്മൾ ഒത്തിരി സ്ത്രീ സംരംഭകരെ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൽ പലരും എന്താ പറയുക, ഡിവോഴ്സിലൂടെ പോകുന്നവരും ഡിവോഴ്സ് ആയവരൊക്കെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ മനുഷ്യന്മാരുടെ, ഞങ്ങളെ പോലുള്ള മുതിർന്ന ആൾക്കാരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. പിന്നെ അതൊരു ഈ ജീവിതത്തിന്റെ ഒരു ക്രമത്തിന്റെ ഘട്ടത്തിലുള്ള ഒരു മാറ്റമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം പലരും ഇതൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തപ്പം സ്വയം തന്നെ തിരിച്ചറിയുന്ന, രണ്ടുപേരും സ്വയം തിരിച്ചറിയുന്നവരുണ്ട്. ഒരു ഫൈറ്റിന് നിൽക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഒരു വിവാഹമോചനാനന്തരം പരസ്പരം സൗഹൃദത്തിൽ തന്നെ തുടരുക, ബന്ധങ്ങൾ തുടരുക, മക്കൾക്ക് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോവുക. പലരും മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആ പുസ്തകത്തിൽ തന്നെ ഒരു കഥ അങ്ങനെയുണ്ട്, മകന് വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അത് അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നതെന്ന്, അല്ലേ? മോചനാനന്തരം ഉള്ള ജീവിതത്തെ എങ്ങനെയാണ് നേരിടാൻ നമ്മൾ പ്രാപ്തമാകുന്നത്? എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനും എൻ്റെ എക്സ് ഹസ്ബൻഡും ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളായി തുടങ്ങി, പിന്നീട് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. ആ സൗഹൃദം ഇപ്പോഴും എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പം മോചനത്തിന് ശേഷവും ഞങ്ങൾക്ക് പല പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ പോലും അതൊരിക്കലും ഞങ്ങൾ വ്യത്യസ്ത മതത്തിലുള്ളവരായിരുന്നു. പക്ഷെ മതത്തിൻ്റെ പേരിലൊന്നും ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല.
അപ്പം ഞങ്ങളുടെ വളരെ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പിരിഞ്ഞത്. പക്ഷേ ആ വേർപിരിയലിന് ശേഷം ഞങ്ങളുടെ സൗഹൃദം ഒന്നും കൂടെ സ്ട്രോങ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോൾ ഞാനിപ്പം ഇവിടെ തിരുവനന്തപുരത്ത് ഇരിക്കുമ്പം എനിക്ക് 8-8:30 മണിക്ക് ഞാൻ എൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ ഒപ്പം ഇന്ന് ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോനുണ്ട്, എൻ്റെ പാർട്ട്ണറുണ്ട്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇന്ന് ഡിന്നർ കഴിക്കാം. അപ്പം എനിക്ക് തോന്നുന്നു നമുക്കത് പരിചയമില്ലാത്തൊരു കാര്യമാണ്. മലയാളി സമൂഹത്തിന് അത്ര വലിയ പരിചയമൊന്നും നമ്മൾക്ക് ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സൗഹൃദം എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ വീട്ടിൽ പോലും പലപ്പോഴും നെറ്റി ചുളിക്കും. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകുന്നു എന്ന് പറയുമ്പോൾ അത് ആർക്കും അക്സെപ്റ്റബിൾ അല്ല. അവരെ സംബന്ധിച്ച് ഇത് ശത്രുക്കളായി തുടരണമെന്ന അങ്ങനെയൊന്നും അല്ലല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മൾക്കെല്ലാം വളരെ ചെറിയ മാത്രമല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ കുഞ്ഞുങ്ങളില്ലേ നമ്മളല്ലേ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവർ സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് വഴക്കിടാതിരിക്കുമ്പോഴാണ്. എത്രയൊക്കെ പറഞ്ഞാലും ഒരു കുട്ടീനെ അച്ഛനമ്മ വേർപിരിയുമ്പം അവർക്ക് ആ കുട്ടിക്ക് ഒത്തിരി വിഷമങ്ങളുണ്ടാവും. അപ്പോൾ ആ വേർപിരിയലിന് ശേഷവും അവർക്ക് പല രീതിയിലും ഒത്തുപോകാവുന്ന അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഒരുമിച്ച് നിൽക്കാനാവുമ്പോൾ എന്തോരം സന്തോഷം ആ കുഞ്ഞിനുണ്ടാവും. എൻ്റെ മോൻ പറയുന്ന ശരി നിങ്ങളൊരു സെപ്പറേറ്റഡ് ആയത് നന്നായി, പക്ഷെ എനിക്ക് രണ്ടുപേരും ഉണ്ടല്ലോ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ. അപ്പൊ അവൻ പറയുന്നത് ഇതാണ് നല്ലത്. ഒരുമിച്ചുണ്ടാവുമ്പോൾ വഴക്കുണ്ടാവും. ഇപ്പൊ കാണുമ്പോൾ അവർക്ക് സ്വൈര്യക്കേടാണ്. ഇപ്പം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അയ്യോ എൻ്റെ കുഞ്ഞുങ്ങൾ വിഷമിക്കും. പക്ഷെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ അടിയും പിടിയും ബഹളമുള്ള വീടുകളിൽ താമസിക്കുന്നതിനേക്കാൾ എത്രയോ സന്തോഷം പിരിഞ്ഞ പേരൻസിൻ്റെ ഒപ്പം ജീവിക്കുന്നതായിരിക്കും. ആർക്കാണ് സന്തോഷം ആഗ്രഹമില്ലാത്തത്? സന്തോഷം ആഗ്രഹിക്കാത്ത ആരുമില്ലല്ലോ. കുഞ്ഞുങ്ങൾ ഇത് ഓപ്പണായിട്ട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പ്രശ്നം. കുഞ്ഞുങ്ങളോടൊന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അയ്യോ എൻ്റെ മോന് വിഷമാവും കുട്ടി. ഡെഫിനറ്റ്ലി അതൊരു വലിയ പ്രശ്നമാണ്. അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ആ ഒരു സെപ്പറേഷൻ, ഒരു വീട് 2 വീടാകുന്നതൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്ത് ആ കുട്ടീൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. എല്ലാ ദിവസവും വഴക്കിട്ട് അടിച്ച് പ്രശ്നമുണ്ടാക്കി മനസ്സമാധാനം ഇല്ലാതെ കിടന്നുറങ്ങുന്ന ഒരു വീട്ടിലായിരിക്കില്ല ആ കുട്ടി സന്തോഷത്തോടെ ജീവിക്കുന്നത്. ഇതിലിപ്പോൾ ഇപ്പൊ വിവാഹത്തിന് മുമ്പ് പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു സമയമൊക്കെ കിട്ടിക്കഴിച്ചാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുമോ? അതിന് ചാൻസ് ഇല്ല അല്ലേ? എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ ഇപ്പൊ പ്രണയിച്ച് വിവാഹം കഴിച്ചവരോ അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജിലൊന്നും എല്ലാത്തിലും വിവാഹമോചനങ്ങൾ നടക്കുന്നുണ്ട്. മനുഷ്യർ മാറുന്നത് ഇന്ന് കാണുന്ന നമ്മളെല്ലാം ഈ ജീവിതം ഏറ്റവും അടുത്ത് ജീവിച്ചു തുടങ്ങാണല്ലോ വിവാഹത്തിന് ശേഷം. അപ്പോഴാണ് നമ്മൾ ഏറ്റവും സൂക്ഷ്മതലത്തിൽ പെരുമാറുന്നത്. അന്നേരമായിരിക്കും ഒരു 2 വ്യക്തിത്വങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ രൂപപ്പെടുക. അത് തിരിച്ചറിയാൻ ആ ഒരു സാഹചര്യത്തിനേ പറ്റുള്ളൂ അല്ലേ? സത്യമായിട്ടും. അത് നമ്മൾ പറയില്ലേ കൂടെ കിടക്കുന്നവരെ രാപ്പനി അറിയുന്നു പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് പുറത്തുനിന്ന് നോക്കുമ്പം ഈ മനുഷ്യൻ അല്ലെങ്കിൽ ആ സ്ത്രീ അവർ ഓക്കെ ആണല്ലോ എന്ന് ചിന്തിക്കും. എത്രയോ സ്ത്രീകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുടുംബത്തിലൊക്കെ പുള്ളീനെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ആള് ചിലപ്പോൾ ഭയങ്കര നല്ലതായിരിക്കും, നല്ല പെരുമാറ്റമായിരിക്കും, പുറത്ത് നല്ലതായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ സ്ത്രീ അപ്പം ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ട്, വീണ, കുക്കറി ഷോ ഒക്കെ ചെയ്യുന്നത്. അപ്പം വീണ പറഞ്ഞത് ഇയാളുടെ പ്രശ്നങ്ങൾ ഞാൻ വീട്ടുകാരോട് പറയുമ്പം വീണയുടെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്നാണ് എപ്പോഴും എല്ലാവരും പറഞ്ഞിട്ടുള്ളത് പോലും. കാരണം ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല ഈ മനുഷ്യൻ ഇങ്ങനെ ഒരാളാണെന്ന്. അപ്പം അതാരെയും പറഞ്ഞ് വിശ്വസിക്കുക മാത്രമല്ല, നമ്മളുടെ ജീവിതം നമ്മൾ അനുഭവിക്കുന്നത് എന്താണെന്ന് ഇപ്പം ബെന്യാമിനൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെയും കഥ വ്യത്യസ്തമാണല്ലോ. അപ്പം അത് ആരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനോ ആരെയും പറഞ്ഞ് അതിനുള്ളിൽ നേട്ടം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ വിസ്മയുടെ കാര്യത്തിൽ തന്നെ തുടങ്ങിയത് അതിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനം കൂടിയായിട്ട് തന്നെ കരുതണം അല്ലേ? ഞാൻ അങ്ങനെ തിരിച്ചു കൊണ്ടുവരാന്നല്ല, അതെൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു എൻ്റെ റെസ്പോൺസ് ആയിരുന്നു. എനിക്കിത് ചെയ്യണം, ഞാൻ പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും എന്നുള്ളത്. കാരണം അറ്റ്ലീസ്റ്റ് ഞങ്ങളൊരു 40s ജീവിക്കുന്ന സ്ത്രീകളല്ലേ. അപ്പം നമ്മളിത് പറഞ്ഞാലേ ചെറിയ കുട്ടികളോട് വേറെ ആർക്ക് 20, 21, 19, 18 വയസ്സുള്ള കുട്ടികൾക്ക് വേറെ ആര് പറഞ്ഞു കൊടുക്കും? സമൂഹം എന്തായാലും പറഞ്ഞു കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ഉറക്കെ തന്നെ പറയണം എന്നുള്ളത് സാമൂഹിക ഉത്തരവാദിത്വമായിട്ടൊന്നും ഞാൻ കരുതിയില്ല. പക്ഷെ വിളിച്ചു പറയണം തോന്നി. അത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു തീരുമാനം. ഈ പ്രവർത്തനങ്ങൾ തുടരട്ടെ, നമ്മുടെ പറയാനുള്ളത് നിരന്തരം പറയാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. നന്ദി ഇത്രയും നേരം ന്യൂസ് അറ്റ് ടോക്സിൽ ചെലവഴിച്ചത്. താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി ടോക്ക് ഷോയിലൂടെ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.